ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ കോവളത്ത് പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ മറ്റേ എവിടെയോ പോകാൻ വേണ്ടി ഇരുന്ന വേറൊരു ബീച്ചിൽ, അത് കുറച്ച് ദൂരം. പക്ഷേ അവിടെ പോകാൻ പറ്റിയില്ല, കാരണം ടൈം ചെയ്യാൻ പറ്റില്ല, ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പോയാൽ പെട്ടെന്ന് വരേണ്ടി വരും, കഴിക്കാനുള്ള ടൈമൊന്നും അങ്ങനെ അധികം കിട്ടുന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു കോവളത്ത് അടുത്തുള്ള ഏതെങ്കിലും ബീച്ചിൽ പോകാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബീച്ചിൽ പോയി. ഞങ്ങളെല്ലാവരും ബീച്ചിൽ പോകുന്നതിൻ്റെ സുഖം വേറൊന്നാണല്ലോ. നല്ല രസമാണ് ബീച്ചിലൊക്കെ പോകുമ്പോൾ. എന്ത് ഞങ്ങൾ ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ഇനി എന്തെങ്കിലും മാറ്റപ്പെടുമെന്ന് മാത്രം. എന്തായാലും ഇതുവരെ ബീച്ചിൽ പോകണം എന്നുള്ള മൈൻഡ് സെറ്റാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും പോള് വരും. പോള് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരമുണ്ട്. അവൻ കൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവൻ വിളിക്കാൻ വരും. അവൻ സ്കൂട്ടറുമായിട്ട് അവൻ വിളിക്കാൻ വരും. ഞാൻ അവൻ്റെ കൂടെ പോയി ഞങ്ങൾ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും. ഞാൻ കോളേജ് ചേച്ചി ഞങ്ങൾ മൂന്നുപേരാണ് ഒറ്റ ഏരിയയിലുള്ള ആൾക്കാർ, കുറച്ചും കൂടെ അടുത്തടുത്തുള്ള ആൾക്കാർ. കൃഷ്ണയിൽ നിന്ന് കുറച്ച് ദൂരെ പോകണം. ഞങ്ങൾ കൃഷ്ണയിൽ പോകാൻ പറ്റും. ദിവസം നമ്മളിവിടെ നിന്ന് അവിടെ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിച്ച് നേരെ എങ്ങോട്ട് എന്താ പറയുന്നത്, കൃഷ്ണയെടുത്ത് പോകും. കൃഷ്ണയെടുത്ത് പോയിട്ട് ബാക്കി ബസ് പിടിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് അടുത്തത് ഇതിനോട്ട് പോകുന്നത്. കാണാം. എന്തായാലും പെട്ടെന്ന് റെഡി ആവട്ടെ. ഞാൻ ഒരു 9 മണിയാകുമ്പോൾ കോള് വരുന്നതാണ്. അതിനുമ്പോൾ എനിക്ക് റെഡി ആയി നിൽക്കാം. ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകാൻ പോകണം. ഈ ഒരു ബാഗ് എനിക്ക് എൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളും വെക്കാൻ വേണ്ടി എടുത്ത്, അല്ലാതെ എടുക്കത്തില്ല, എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ബാഗ് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ഒന്നീ ഫോൺ അതൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ സ്റ്റാൻഡൊക്കെ കൈ പിടിച്ചുകൊണ്ട് കുറേ നേരം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. സോ ഞാൻ ഈ ഒരു ബാഗ് എടുത്തു. അല്ലാതെ ഇത് ഞാൻ ഹൈദരാബാദിൽ ഡിബാട്ടിൽ വാങ്ങിച്ചു. എൻ്റെ തലമുടി, എൻ്റെ ന്യൂ ഹെയർ കട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കറിയും ഉണ്ട്. അമ്മ അത് ചൂടാക്കുന്നേ ഉള്ളൂ. എനിക്കറിയാം. ഇതുണ്ട് അമ്മാതൻ വണങ്ങാതെ ഉയിരില്ല. എന്ത് കുഴപ്പം അമ്മയ്ക്ക്? എൻ്റെ കോലം നമ്മ കണ്ടിട്ടില്ലല്ലോ യൂട്യൂബിൽ, അതുകൊണ്ട് ഞാൻ ഈ കൂതറ ലോക്കിലൊക്കെ എനിക്കറിയിരിക്കുന്നത്. എന്തായാലും അവനിപ്പോൾ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ഇറങ്ങുമായിരിക്കും ഇപ്പം. എന്തായാലും ഞാൻ റെഡി ആയിട്ടിരിക്കും. അത്ര റീഡ് ചെയ്യാന്ന് വെച്ചപ്പോൾ പോയത്, പക്ഷെ നമ്മില്ല. കാരണം അന്ന് എടുത്ത് വെച്ചൊരു ട്രാൻസ്ഫർ ഇല്ല. അപ്പോൾ അന്ന് എടുത്ത് വെച്ചതിൻ്റെ അവരും വെട്ടമൊന്നും അവിടെ ഇല്ല ഇപ്പം. അപ്പം ഞാൻ ചോദിച്ചാൽ നെക്സ്റ്റ് വെട്ടം വരുമ്പോൾ ഞാൻ ചെയ്യാം. അപ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെയൊന്നും കണക്കില്ല. ഉണ്ണി സ്ഥലം കറക്റ്റ് ആകുമ്പോഴത്തേക്കും മുടി എന്തെങ്കിലും ഒരു ചീപ്പുണ്ടല്ല, ലൈക്ക് കിടക്കുന്ന സ്റ്റൈൽ ചിലപ്പോൾ മാറിയത്. അപ്പം എന്തായാലും നമുക്ക് കഴിച്ചിട്ട് കുറച്ച് നേരം അവനെ വെയിറ്റ് ചെയ്തിട്ട് മതി. ഇയാൾ കുളിച്ചവിടെ വന്നത് ഞങ്ങൾ എന്തെന്ന് കാണുമെന്ന് അല്ലമ്മ. ഞങ്ങൾ അവിടെ പോകാമെന്നല്ലേ ഇരുന്നത്. എവിടെ വർക്കലയിൽ പോവായിരുന്നു. പക്ഷേ പോയിട്ട് വരുമ്പോഴത്തേക്ക് വരുന്നത് സീനില്ല എനിക്ക്. പക്ഷെ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ടൈം കാണുമെന്നാണ് അവള് പറഞ്ഞത്. ആ കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ഇയർ സെറ്റാക്കാം. അതെ ടാറ്റാ. ഇച്ചിരി വയലന്റ് ആണ് ഈ പട്ടിക്കുട്ടി. നിന്നെ നോക്കി നോക്കിയാ പോകുന്നേ. ഇതിന് പറ്റൂല, ഇത് കണക്റ്റഡ് അല്ല. നീയൊക്കെ എന്റെ ഹെയർ കട്ടിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മോശം അഭിപ്രായം, എനിക്ക് നല്ല അഭിപ്രായമാണ്. പട്ടി നിന്നെ അങ്ങനെ പേടിക്കാനടാ പോലെ. അതുകൊണ്ട് നമ്മളിങ്ങനെ സ്പീഡ് നടക്കും. പട്ടിയെ കണ്ടത് പോളോ ഓടും. അതെ ഭയങ്കര നൈസാ. സ്റ്റാൻഡില് കൈ വേദനിക്കാൻ പിടിച്ച് ഓ സുഖമല്ലേ.
ഇത് എത്ര പോകുന്നത്? ഇത്രയും കൂടെ പോകും. ഇവിടെ ലൈറ്റ് കത്തുമായിരുന്നു, പക്ഷെ ചാർജ് ഇല്ല. എനിക്ക് നത്തിങ് ഫോൺ അറിയത്തില്ല. ഞാൻ ഒരു വലിയൊരു ഡയലോഗാണ് പറഞ്ഞത്. നമ്മൾ അല്ലറിക്കൊണ്ടോ നാട്ടിൽ മൊത്തം അറിയാം നമ്മൾ ഈ വഴി പോയ കാര്യം. കുറച്ച് വെക്കട്ടെ ഞാൻ, ഇല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ സെറ്റ് ആയില്ലേ? പോയി പറ, കൃഷ്ണനെ പോയി കാണാം. നമുക്ക് കൃഷ്ണനെ പോയി മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ബസ് കയറി പോവാം. അല്ല, അവൾ അവിടെ ബസ്സിൽ കയറും. നമ്മൾ ഈ കയറുന്ന ബസ്സിൽ അവിടെ കയറും. ഓക്കെ, അങ്ങനെയായിരുന്നു ഐഡിയ ആയിട്ട് എനിക്കറിഞ്ഞോണ്ട്. ആ പട്ടിക്കുട്ടി ഇതാണ്, വേറെ പട്ടി. വേറെ ഒരു പട്ടി, വേറൊരു പട്ടി എന്റെ കൂടെ നടക്കുന്ന പട്ടി, സിംഹവാലൻ പട്ടി. ഞാൻ ക്യാമറ തിരിച്ച് കാണിക്കും. മുടിയുള്ള പട്ടി. ഊക്ക് കൊടുക്കുക, തിരിച്ചു വാങ്ങിയത് ഡെയിലി തൊട്ട്. ടാറ്റ പറ, എനിക്ക് വയ്യ ഇനി പിടിച്ചോണ്ട്. അജേഷേ ലോഗിലൊക്കെ വല്ലപ്പോഴും വാടാ. അവിടെ ചെല്ലുമ്പോ കണ്ട അജേഷ് ഫോൺ കയ്യിലായിരിക്കും എന്റെ ഫോൺ ഇരിക്കുന്നത്. ഓക്കെ, ഞങ്ങള് ബസ് കയറട്ടില്ലെങ്കിൽ ബസ് കയറി ഇപ്പൊ പോയി വന്നു. അതല്ലേ ലോക്കൽ ഗൈഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള. എനിക്കിനി ക്യാമറ തിരിച്ച് പിടിച്ച് ഇവിടെ ക്യാമറ എവിടെ നടുക്കാ ഇങ്ങനെ തിരിക്കുമ്പോ ആ ക്യാമറ വർക്ക് ചെയ്യണം. വ്ലോഗിനെല്ലാം ഏകദേശം ഇവിടെ ഉള്ള ബസ്സാണ് അവളവിടെ നമ്മളെ സ്ഥലത്തിന് എല്ലാവർക്കും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഒരേ സ്റ്റൈല്. നമുക്ക് വെറുതെ ഇല്ല, നീയൊക്കെ ഫ്രണ്ട്സ് ആയി. ജഗതി DPI ജംഗ്ഷൻ എന്തോ ഇവന്മാരെ കൃഷ്ണ ബ്രൗണി കഴിക്കുമ്പോ കാണിച്ച്. അല്ലാതെ വെട്ടയില്ല, ഇവിടെ അടിക്കില്ല. കാറ്റ് വെച്ചതിന്റെ പ്രശ്നം. കേട്ടാ കൊള്ളാല്ലേ? അല്ല, വേളി വരുന്നവര് സൂക്ഷിക്കുക, വാഷ്റൂം പേ ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും. സത്യം, ഇത്ര നാൾ ഇവിടെ ഉണ്ടായിട്ട് തരാം ഒന്നും കണ്ടിട്ടില്ലേ. ശരിയാ ഇവിടെ മൊത്തം കപ്പിൾസ് തന്നെ, നമ്മൾ മാത്രമേ ഉള്ളൂ സിംഗിൾസ്. പക്ഷെ കാണുന്നവരൊക്കെ വിചാരിക്കും നമ്മളൊക്കെ കപ്പിൾസ് ആണ്. 4 പേരല്ലേ നമ്മൾ മൊത്തം. ഇവിടെ കയറിയാലും നിനക്കിട്ട് കിട്ടും. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് ഈ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇതാ. പണ്ട് ട്രെയിനിന്റെ ശബ്ദം കേൾക്കാന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ കൂടെ എന്തോന്നാ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കോവളത്ത് വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇപ്പൊ വേടി വന്നിരിക്കും. പറയണ്ടേ, അവര് വിചാരിക്കില്ലേ കോവളം പറഞ്ഞ് പറ്റിക്കുകയാണെന്ന്. പറഞ്ഞിട്ട് സെറ്റായിരിക്കും. ഇത് മറിയത്തില്ലല്ലോ, വീഴത്തില്ലല്ലോ. ആദ്യം നിന്റെ പ്രദർശനം കാണാത്ത അങ്ങനില്ലല്ലോ. കുഞ്ഞാട്ടാൻ മുഴുവൻ ട്രെയിൻ വെള്ളത്തിൽ കൂടെ ഇറങ്ങുമോ? പാലം കണ്ടില്ലേ? ഫോൺ വെള്ളത്തിൽ വീണ വാട്ടർ പ്രൂഫാണോ ഫോണ്?
എനിക്കറിഞ്ഞൂടാ. എല്ലാരും പറഞ്ഞില്ല കാര്യമില്ല, നീ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാന്ന്. ഇതെന്താ ആടുന്നേ? ഇതെന്താ വെള്ളം അടിച്ചിട്ടുണ്ടോ? വർക്ക് പ്രഷർ. വൈഫ് പറഞ്ഞെന്ന്. വൈഫുമായിട്ട് വീട്ടിലടി. വൈഫ് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇല്ല, നമുക്ക് അതിൽ കയറാൻ പറ്റുമെങ്കിലാണ്. ഇവിടെ വന്നിട്ട് പോകും. അടുത്ത പോളിറ്റിക്കോട് അടുത്ത പറയേ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വേണ്ടി തന്നെ എന്നിട്ട് വിക്രി ചെയ്യാം. നീ ഇവിടെ ക്യാമറ വാ മാൻ, സ്പീഡ് ബോട്ടിംഗ് സർവീസ്. നീ മാറവിടെ. നിങ്ങൾ ബോട്ടിനെ കാണുന്നുണ്ടോ? ദാണ്ട് ഇവിടെ കാണുന്നുണ്ട്. എവിടെയാ ബോട്ട്? എവിടെ? നീ എവിടെ? പറടാ. മാപ്പിനെ വിളി. മാപ്പ് ക്ലിയറല്ലേ? പറയാനുള്ള ആവശ്യമില്ലാത്ത എടുത്തിട്ട് ഗാലറി ഇല്ലാക്കി ബ്ലോഗിൽ പോകുമ്പോൾ വ്ലോഗ് ഞാൻ പറയും ഗൈസ് എൻ്റെ വ്ലോഗ് തീർന്നു ഇന്നത്തെ കടൽ കണ്ടല്ലോ എല്ലാവരും. ഞാൻ കുടിക്കും. ഞാൻ എപ്പോഴും എവിടെ വെച്ചും കുടിക്കാറുണ്ട്. നല്ലത് നമ്മളവിടെ ചേർന്നായിരുന്നു അജേഷ്. വന്നാ അത് ആ ഫോട്ടോ വന്നാടാ. അത് നമുക്ക് കുഴപ്പമില്ല, ഇത് കൊള്ളാം. അതെ അല്ല അല്ല പോളിൻ്റെ അല്ല ഗ്ലാസ് തിരിച്ചു കൊടുക്കാണ്ടാണ് കേട്ടോ. നമുക്കെല്ലാവരും ട്രൈ ചെയ്യാം. ഐസ്ക്രീം വേണോ? എന്ത് വേണം അജേഷ് നിനക്ക്? എനിക്ക് ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച് അല്ലേ ഇത്? സ്പാനിഷിലെ പറഞ്ഞ ചോക്ലേറ്റോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് പറഞ്ഞില്ലല്ലോ. എന്തോ വേണം? എനിക്ക് ചോക്ലേറ്റ്. രണ്ട് ചോക്ലേറ്റ് ആണ്. ഒരു ചോക്ലേറ്റ് ബട്ടർ സ്കോച്ച് വേണ്ടേ? ഓ വേണം. ജലദോഷം ആർക്ക്? നിനക്കാ? ഓരോ ഐസ്ക്രീമും ഓരോ കഥയാണ്. ഒരാൾ ചോക്ലേറ്റ്, ഒരാൾ രണ്ട് ചോക്ലേറ്റ്. നീ ഏതാ? സ്പാനിഷ് ഡിലൈറ്റ്. യെസ്, സ്പാനിഷ് ഡിലൈറ്റ്. ഒരു വലിയ ആള്. ഞാൻ ബട്ടർ സ്കോച്ച്. പക്ഷെ കണ്ടിട്ട് അവനും ആ ചുമരും ഒരേ കളർ. ഇപ്പം നീ ആ ചുമര് നോക്ക് ഏകദേശം. ക്യാമറ തിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടോ പിന്നെ അങ്ങോട്ടാ കടലിൽ. എനിക്കും കുഴപ്പമില്ല. ഇതാണ്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ആര്? കൃഷ്ണ. നമ്മളെല്ലാവരും ഷൂ. പക്ഷെ എൻ്റെ ഷൂ ഊരിയിട്ട് ഞാൻ തുറച്ചിട്ടിടും. ഞങ്ങളങ്ങനെ മല കയറിയിട്ടുണ്ട്. ഞാനൊക്കെ നല്ല വെള്ളത്തിരിക്കുന്നു. ഷാറുഖ് ഖാൻ. എന്താ മനസ്സ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണോണ്ടായിരിക്കും സിംഗിളായിട്ട് ജീവിതകാലം മുഴുവൻ പോകുന്നത്.
ഇത് മരങ്ങളൊക്കെ ഓടിയാണ്. അത് വല്ലാത്തൊരു കുഴപ്പമാണല്ലോ. കോളേജ് ഇതേപോലെ മരമുണ്ട്, ഇതേപോലെ ഇറങ്ങാം. ഇതിനെ പറയുമ്പോ പിടിച്ചു വലിച്ചിട്ട് കാല് കൊണ്ടുവന്ന് മരത്തിൽ തടിക്കണം. നമ്മൾ പിടിക്കില്ലേ? നെക്സ്റ്റ് പോൾജി ജോണി ലാ ലാ ലസ ലാ ലാ ലസ 360 ഡിഗ്രിയിൽ പോളിനെ ഞാൻ വീഡിയോ എടുക്കും. മറ്റേ പാട്ടിടാം. അതെ അതെ ആട്ടാവണ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് ഇത് തന്നെ നിനക്ക് എടുക്കണം ചേട്ടാ. പാക്കിംഗ് ഒക്കെ വളരെ മോശമായിട്ടാണ് പാക്കിംഗ് വെക്കുന്നത്. അതെ അതെ എങ്ങനെയുണ്ടെന്ന് പറ. നല്ല അടിപൊളി. പ്രശ്നം ഉണ്ടാക്കിയ ബ്രൗണി എന്താ നീ അങ്ങനെ പറഞ്ഞ കഴിവുണ്ട് ആർക്കില്ല ഒരാൾക്കൊന്നും. നിനക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് നിന്റെ കുറവല്ലേ. വല്ലപ്പോഴും അടുക്കളയിൽ കയറണോടാ പോളെ. നമ്മൾ ലുലുമാളിലോട്ട് പോകണം. ഒരാളെ മറച്ചിട്ടാണ് ആളെ മടിയൊക്കെ അറിയാതെ ഇരിക്കണേ. ഇവിടെ 3 പേർക്കല്ലേ ഇരിക്കാൻ പറ്റും. ഇങ്ങനെ ആ ലുലുമാളി എപ്പോഴും ലുലുമാളി. ഞാൻ പറഞ്ഞു എനിക്ക് കടക്കി പോകാൻ അമ്മയെ സമയത്ത് കൊണ്ടുപോയാൽ മതി. അവിടെ എത്തട്ടെ. വെള്ളത്തിൽ എഴുതിയ വാക്കുകളാണ് എന്തോന്ന് നമ്മുടെ വാക്കുകൾ. അവന്റെ വാക്ക്, അവന്റെ മാത്രം വാക്ക്. കോക്കനട്ട് നടക്കും. കോക്കനട്ട് പ്ലാൻ ചെയ്യുന്നൊന്നും നടത്തി കാണിക്കില്ല. പോളിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും. ടൈം ഉണ്ടെങ്കിൽ പോയിരിക്കും. പിന്നെ ഇതും കൂടെ ഉണ്ടെങ്കിൽ പോയിരിക്കും. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ പകുതി ഉണ്ടെങ്കിൽ 100 rupees ഉണ്ട് നമുക്ക്. അത് വെച്ച് നമ്മളെ ഒറ്റയ്ക്ക് കയറ്റി വിടും. അതെ ഞാൻ എന്തിനാ ന്യൂ ന്യൂ ഇയറിന് വന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് വരാൻ പറ്റി. എൻ്റെ പോളിൻ്റെ പേരിൽ ഒരു കട വരെ തുടങ്ങിയിട്ടുണ്ട്. പോൾ സ്ക്രീൻ കണ്ടില്ലേ, നിഷ്കളങ്കമായ ആ മുഖം. വെള്ളം വെള്ളം വെള്ളം. യെസ്, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അതെ. ബാക്കി കണ്ടല്ലോ കണ്ടല്ലോ. കഴിക്കേ പോളെ, വേഗം കഴിക്കുന്നേ. രണ്ടെടുത്ത് വഴി കെട്ട് പോളെ, വേഗം പോളെ പെട്ടെന്ന് കെട്ട്. എടി ആ വഴി കെട്ടി. പോളെന്നെ സഹായിക്കുക. എൻ്റെ ബാഗ് കെട്ടി. പോളിൻ്റെ ഐഡിയ മാത്രം. 2 ബാഗ് കോമഡി. അതെ അതെ, പോളിപ്പോൾ കെട്ടി ശരിയാക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിന്ന് ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് നേരെ ശംഖുവ ഇല്ലെങ്കിൽ അല്ലേ പോളെ. ഇവിടെ ഒരാളുണ്ട്, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടക്കുക. കൃഷ്ണ അതാണ് ഒന്നും മിണ്ടായി. എനിക്കും ഇല്ല ഒന്നും മിണ്ടാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വ്ലോഗ് എടുത്ത് ഇങ്ങനെ വെച്ചേക്കാനും മണിക്കൂർ എൻ്റെ ആലോചിക്ക് എന്ത് പറയണോ. കൊള്ളാല്ലേ? ഇല്ല നീ കെട്ടിപ്പോ
ഇനി നമ്മൾ പുറത്തിറങ്ങാൻ 1.5 മണിക്കൂർ എടുക്കുമല്ലേ? എന്തൊക്കെ ചെയ്യുന്ന അങ്ങോട്ടേ പോകണ്ടേ? ശംഖുവം ബസ്സിൽ കയറി നേരെ ശംഖുവം. ശംഖുവത്തല്ല, നമ്മൾ അടുത്തിപ്പം ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഞങ്ങൾ എയർപോർട്ടിന്റെ വഴിയും കൂടെയാണ് പോകുന്നത്. അയ്യോ, അതിനെക്കാട്ടി ഇവിടെ ചെന്നൈ എയർപോർട്ട്. പിന്നെ റീക്രിയേറ്റ് അത് തന്നെ. നീ പറയുന്നൊന്നും കേൾക്കാൻ മേല അതിനകത്ത്. ഇല്ല, മൈക്ക് വെച്ചില്ലെങ്കിലാണ്. We will come and we will recreate the scenes what we did in the last year. Yeah. So what? ഇവിടെ ഇങ്ങനെ ഞാൻ അന്ന് വന്നപ്പോ നമുക്ക് ഇങ്ങനെ ഒന്നും ഇല്ലാന്നല്ല. എന്തോന്ന് അവൻ ബഷീറിനെ ഏതോ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന്. ശിവന്റെ മണ്ണ് നിറക്കല്ലേ? ആരെ മണ്ണ് നിറയ്ക്കാൻ വയ്യ. മണ്ണ് നിറച്ചിട്ട് അടുത്ത സോക്സ് എടുത്തിടുമ്പോ നീ സോക്സ് ഇട്ടിങ്ങുന്നുണ്ട്. നമ്മളില്ല അങ്ങോട്ട് പോകാനാണ് ഗൈസ്. ഞങ്ങളവിടെ കമ്മൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വേണ്ട ഇവൻ കടക്കാരനാണെന്ന് വെച്ചിട്ട് അവർ പൈസ ചോദിച്ചത്ര. ഇത് എത്ര കോമഡി ആയിരുന്നല്ലേ ഈ കാലൊക്കെ. അത് തന്നെ. എടാ നൈസിനാ പറഞ്ഞത് കൊടുത്ത് പൈസയൊക്കെ മേടിച്ചാൽ മതിയായിരുന്നു. കോമഡി ആയിരുന്നു. എന്തായാലും ഒന്നും നടക്കൂല. അതിന് അവിടെ കടക്കാരൻ എവിടെ പോയോ? അത് ഇച്ചിരി കൂടുതൽ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഓടിപ്പോയാ Ready, 1, 2, 3, start.
വാടകയില്ല നമുക്ക്. Okay, so we are here to do some special activities called juice coding. ജ്യൂസ് കുടി. ഞങ്ങളെല്ലാം ജ്യൂസ് കുടിക്കാൻ വന്നു. ഇപ്പം പറഞ്ഞാൽ ജ്യൂസ് കുടി. അതന്നെ ലൈം ജ്യൂസ് കുടിക്കാൻ ഇവിടെ ലൈം ജ്യൂസ് കുടിക്കാൻ വേണ്ടി കോൾഡ് കോഫി ഹൗസിൽ തന്നെ വരാം. അത് തന്നെ വേറെ ഒരിടം പോകാൻ പോയി കാണാമോ നിന്നെ? കൈയെടുത്ത് മാറ്റാൻ പറ്റും. കോഫി കുടിക്കോ? എന്തായാലും ഞങ്ങൾ ജ്യൂസും കുടിച്ചിട്ട് പോട്ടെ. വേറെ പണിയുണ്ട്. മുടി മൊത്തം ഇപ്പം കാരണമാണ്, അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്യൂലായിരുന്നു തന്നെ. എൻ്റെ മുടിയിൽ എന്ത് വെള്ളം? നീ എൻ്റെ മുടിയിലെല്ലാം വെള്ളം മനസ്സിലാക്കി. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ഞാൻ ചീകിയപ്പോൾ ശരിയായിരുന്നു. എൻ്റെ തലയിൽ മൊത്തം നീ അവനാണ് എല്ലാം തുടക്കം കേട്ടോ, ഞാനൊന്നും അല്ല. ഇത് മുടി നോക്കിയിരിക്കുന്നതിൻ്റെ കഷ്ടപ്പെട്ട് മെനു കാർഡ് വാങ്ങിച്ചു ഒരു ലൈം ജ്യൂസിന് വേണ്ടിയിട്ട്. ദൈവൻ പൈനാപ്പിൾ ലൈം, ഗ്രേപ്പ് ലൈം, മാംഗോ ലൈം, റെഡ് ലൈം. ആ പോളിപ്പോൾ പറഞ്ഞ കാര്യം ഐഡിയ പറഞ്ഞു. പോള് പറഞ്ഞ കാര്യം ഒരിക്കലും കൂടെ പറഞ്ഞു. എന്തുവാണ് ഇപ്പം നീ പറഞ്ഞ കാര്യം ഹിന്ദിയിലാണ്? അല്ല. അയ്യോ അടിയില്ല. ഹഡിൽസ് ഇല്ലേ? സ്പോർട്സ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ഇതാണല്ലേ. മീൻസ് അവരെല്ലാവരും പോയി എന്നെ ഹരി വിളിക്കാൻ വന്നു. ഇങ്ങനെ അല്ലായിരുന്നല്ലോ എത്ര നേരം ക്യാമറ ഉണ്ടോ? എന്തൊരു ഭാവം. നമ്മൾ എവിടെ പോണെന്ന് പറ, എന്നിട്ടാണ് എനിക്ക് അടുത്ത് പറയാം ഞാൻ പോണ സ്ഥലം. ഹരി ഒരു മിനിറ്റേടാ, ഒരു സെക്കൻഡ്. പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. എൻ്റെ അനിയത്തി പുറത്ത് പോയിക്കും, ആളെ കൂട്ടായിട്ടുള്ള ആളിപ്പോൾ വരും. അത് കഴിഞ്ഞ് എന്താണ് കുറച്ച് നേരം ഇനിയൊന്നുമില്ല കഴിഞ്ഞ്. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. അത് പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല. ലെവൻ എല്ലാം മാറ്റിക്കൊണ്ടിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എല്ലായിടും പോയി. ശംഖുവത്ത് പോയി, വെളിയിൽ പോയി, കൊള്ളായിരുന്നു. ചുമ്മാ ഈ കറങ്ങി നടന്നു അത്ര. അവൻ എന്തായാലും 4-ാം തീയതി പോവും. അതുകൊണ്ടൊരു ചെറിയൊരു ഇത്. ഇനിയിപ്പോൾ എനിക്ക് അവരെ കാണാൻ പറ്റുന്ന അടുത്ത വർഷം. അതുകൊണ്ടൊരു ഇതുണ്ട്. കുഴപ്പമില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക്